വർഷങ്ങളായി ഗോശ്രീ സംരക്ഷണ സമിതി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി ഗവൺമെന്റിന് ശ്രദ്ധ ക്ഷണിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഈ സമരം അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ ഈ സംഗമം നടത്തുന്നത്. പല ജോലികൾക്കായി പ്രത്യേകിച്ചും തൊഴിൽ ജോലികൾക്കായിട്ടാണ് ഇവിടെ ജനങ്ങൾ നഗരത്തിൽ പ്രവർത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ പാലം അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിന് സംഘടനയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ തന്നെ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ ആളുകൾക്കും സംഘടനയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ സംഘടനയുടെ അനിശ്ചിത നേതാവായ ചെയർമാൻ ജെ മാമ്പുള്ളി സ്വാഗതം. പാലം ഉണ്ടാക്കി കഴിഞ്ഞാൽ പറവൂര്, മുനമ്പം, ചെറായി ഇവിടെ നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്ക് നിർബാധം വളരെ എളുപ്പത്തിൽ പണ്ടേ റോഡിലേക്ക് കയറുകയും എടപ്പള്ളി, കളമശ്ശേരി, ആലുവ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പോകുവാൻ സാധിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ ചെറിയൊരു അപകടം ഉണ്ടായാൽ ഗോശ്രീ പാലത്തിൽ കയറി മെഡിക്കൽ ടെസ്റ്റിലോ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കുമ്പോഴേക്കും ആ വ്യക്തിയുടെ ജീവൻ പൊലിഞ്ഞിരിക്കും. ഇത് 10 മിനിറ്റ് കൊണ്ട് മെഡിസിറ്റിയിലും അതേപോലെ തന്നെ ലൂർദിലും അതേപോലെ തന്നെ മറ്റു ഹോസ്പിറ്റലുകളിൽ എത്തിക്കാൻ സാധിക്കും, ജീവൻ രക്ഷിക്കാൻ സാധിക്കും. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് ഈ നിർദ്ദേശം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ അതൊക്കെ വളരെ ഗൗരവത്തോടുകൂടി അവർ എടുത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഈ പ്രാവശ്യം ഇത്തരത്തിൽ പറയാനുള്ളത്. ഗൗരവത്തിൽ എടുത്തിരുന്നെങ്കിൽ ഈ അഴീക്കോട് മുൻപും പാലമൊക്കെ യാഥാർത്ഥ്യമാകുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഉടനെ തന്നെയാകും. ബദലായിട്ടുള്ള ഒരു സംസ്ഥാന ഹൈവേ, തീരദേശ ഹൈവേ ഉണ്ടാകുമെന്ന് പറയണല്ലാതെ ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കെട്ടുകാര്യസ്ഥരായി അധികൃതർ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ സാധാരണക്കാരുടെ ജീവൻ പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തെരുവ് നിറച്ച് പട്ടികൾ, ആ പട്ടിയെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പട്ടിയെ ഏറ്റുമുട്ടാതിരിക്കാൻ വേണ്ടി ബൈക്കുകൾ മറിഞ്ഞ് ചെറായിയിൽ ഒരു പയ്യൻ ഈ അടുത്ത് മരിച്ചു. ചെറായി വെച്ചുണ്ടായ അപകടം ഈ ഇളകുന്നപ്പോഴുള്ള ഒരു പയ്യനാണ്. എത്ര ജീവനാണ് പൊലിഞ്ഞു പോകുന്നത്. വരുന്ന ഇലക്ഷനുകൾക്ക് മത്സരിക്കാനല്ല, ഒരു കാര്യത്തിനുമല്ല. വൈപ്പിൻകരയിലെ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് അവരുടെ ജീവനും അതുപോലെ തന്നെ യാത്രയ്ക്കും സുഗമമായ ഒരു വഴി തെളിയിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്കൊരു സംതൃപ്തിയുണ്ട്, കുറച്ച് ബസ്സെങ്കിലും ഓടി തുടങ്ങിയല്ലോ എന്ന്. അതേപോലെ തന്നെ അടുത്ത ഏറ്റവും മേജറായിട്ടുള്ള വിഷയമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഈ പുക്കാട് മുളവുകാട് കണ്ടെയ്നർ റോഡ് പാലം. കുടിവെള്ള വിഷയവും മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങൾ നടത്തുന്നുണ്ട്. സിറ്റിയിലേക്കുള്ള പ്രയാണത്തിനും വഴി തെളിയിക്കുന്ന ഈ മാർഗം ഒന്ന് ശുദ്ധീകരിച്ചെടുത്ത് നല്ല രീതിയിൽ അതിനൊരു നടപ്പിലാക്കാനുള്ള ശ്രമം ഇപ്പം നടത്തിയാൽ ഒരു 5-8 വർഷങ്ങൾക്ക് ശേഷമെങ്കിലും നടപ്പിലായിരിക്കും. അങ്ങനെ അതിനുള്ള ആ നിഷേധാക്ഷരമാണ് ഇതിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് നിൽക്കാം, നമുക്ക് ഒരുമിച്ച് പൊരുതാം. ഈ നാടിൻ്റെ നന്മയ്ക്ക് ഏറ്റവും ഗുണകരമായ ഒരു കാര്യമെന്ന നിലയിൽ മറക്കപ്പെട്ടൊരു പ്രദേശമാണിത്. പണ്ട് മുളകാട്